ഇപ്പം എവിടെ നോക്കിയാലും ലഹരിയെക്കുറിച്ച് സംസാരിക്കാനാണ് എല്ലാവർക്കും സമയമുള്ളത്. കാരണം ലഹരി ഉപയോഗം കൊണ്ട് പല പല നഷ്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം ലഹരി ഉപയോഗിച്ചാൽ സ്വന്തം ഉമ്മയാണോ ബാപ്പയാണോ അനിയനാണോ എന്ന് ബോധമില്ലാതെ രീതിയിൽ പല രീതിയിലും പലരും അക്രമങ്ങൾ നടത്തുന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഒരു പ്രമുഖ നടൻ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് സമ്മതിച്ചു. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരമ്മയും 2 മക്കളും അപ്പോൾ അവരുടെ പുതിയ ഒരടവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവർക്കറിയാം ലഹരി ഇല്ലാതെ ഇവർക്ക് നടക്കാൻ പറ്റില്ല. കാരണം ഇവർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവൻ എവിടുന്നെങ്കിലും ഞങ്ങളെ പൊക്കിയാൽ അത് ഇടാനൊരു തല വേണമല്ലോ, എന്നാലല്ലേ അതൊരു ശരിയുള്ള ഒരു കാര്യമാവുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ടുള്ളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കുമെന്നുള്ളൊരു രീതി. അതേ സംഭവമാണ്. ഈ തള്ളയും ലഹരി ഉപയോഗിക്കും, 2 മക്കളും ലഹരി ഉപയോഗിക്കും. ആരാന്ന് വെച്ചാൽ നമ്മുടെ തെറിത്തള്ളയും 2 പിള്ളേരും. ഈ തെറിത്തള്ള കഞ്ചൂൻ്റെ ഉസ്താദാന്നൊക്കെ കേട്ടത് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും തള്ളയും മക്കളും ലഹരി ഉപയോഗിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടും വ്യക്തമാവുന്നൊരു വീഡിയോ തള്ള തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ തള്ളയുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ആരോ നോട്ട് ചെയ്തിട്ടുണ്ടോലെ അതിൽ ലഹരി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമമുണ്ട് എന്നുള്ളത്. പൊന്നാര തള്ളേ, ഈ MDMAക്കൊക്കെ എത്രയാണ് റേറ്റ് എന്നറിയോ? നിങ്ങളുടെ വണ്ടിയിൽ വെച്ച് പിടിപ്പിക്കാൻ ഞങ്ങൾക്ക് പിരാന്തൊന്നുമില്ല. അത് പോട്ടെ. ഏതായാലും നമ്മൾ പിടിക്കപ്പെട്ടു പോവും എന്ന് തോന്നുന്ന സമയത്ത് കള്ളൻ മുമ്പേ ഇതിപ്പം നമ്മൾ പറയല്ലേ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയല്ലേ. അപ്പം ആ കപ്പൽ മനസ്സിലാവുന്നതിൻ്റെ മുമ്പ് ഒരു കുറ്റസമ്മതം, എൻ്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏത് നിമിഷവും ലഹരിയുമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തേക്കാം, അത് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെയാണ് എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെക്കുക. കാരണം തള്ള ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം എല്ലായിടത്തും റോഡ് സൈഡിലൊക്കെ ഈ ലഹരി വിരുദ്ധമായിട്ടുള്ള സംഭവം ഉള്ളത് കൊണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ്. എല്ലായിടത്തും കയറി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തള്ളയും മക്കളും പോകുന്ന സമയത്ത് പോലീസുകാർ ഇത് പിടിച്ച് ന്യൂസായാൽ തടി തപ്പണം. അത് ഞാനല്ല, മറ്റേ പണ്ടത്തെ ഒരു സിനിമയിൽ ജഗതി പറയുന്ന ഓർമ്മയുണ്ടോ? ഞാനല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ലാന്ന്. അപ്പം ഞങ്ങൾ കൊണ്ടുവച്ചതല്ല, ആരോ ഞങ്ങളോടുള്ള വാശിക്ക് കൊണ്ടുവച്ചതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മശ്ക്ക് ഇപ്പോഴേ ഒരു തിരശീല ഇട്ടിട്ടുണ്ട്. അപ്പം തിരശീല കണ്ട സമയത്ത് ഒന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. അമ്മച്ചിയുടെ വണ്ടി നമ്പർ നോക്കി വെച്ചിട്ട് എത്രയോ ആൾക്കാർ ലഹരിയുമായിട്ട് പിടിക്കപ്പെടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണോ അല്ലേ? എന്താ അല്ലേ? അപ്പം തള്ളച്ചിക്കും അറിയാലേ, തള്ളച്ചി ഒരു നാൾ പിടിക്കപ്പെടുന്ന പല നാൾക്കുള്ള ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് ലഹരി മേടിച്ചു കൊടുക്കുമ്പോൾ, സ്വന്തം ഉപയോഗിക്കാൻ മേടിക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെട്ട ചാരാനൊരു ചുമര് വേണമല്ലോ. നല്ല സുഖമുള്ള പരിപാടിയല്ലേ? ഏതായാലും തള്ളയും മക്കളും എത്രയും പെട്ടെന്ന് ഈ പോലീസുകാരുടെ പിടിയിലാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കാരണം തള്ള ലഹരി ഉപയോഗിക്കുന്നതാണ് മുമ്പേ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം. ചില വീഡിയോസിൽ തന്നെ രാത്രിയുള്ള വീഡിയോസിൽ മദ്യപിച്ച് ഊസ് കെട്ടിട്ടാണ് പെണ്ണുങ്ങൾ സംസാരിക്കൽ. അത് നമുക്ക് ആ പെണ്ണുങ്ങളെ പെരുമാറ്റം കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രമേൽ ലഹരിക്ക് അടിമയായ 2 മക്കളും അമ്മയാണ്. അവർക്ക് ഈ ലോകം എന്ന് വെച്ചാൽ കുറച്ച് പൈസ വേണം, കുറച്ച് ലഹരി സാധനങ്ങൾ മേടിക്കണം, അത് ഉപയോഗിക്കണം, കുറച്ച് കറങ്ങിക്കൊണ്ട് നടക്കണം, കുറച്ച് ആളെക്കുറിച്ച് തോന്നിയസം പറയണം എന്നുള്ള ചിന്താഗതിയായിട്ട് നടക്കുന്ന തള്ളയും 2 മക്കളും. ഏതായാലും പുതിയ നാടകം അടിപൊളിയാ കേട്ടാ. ചുമര് ചാരാൻ വേഗം നോക്കി വെച്ചാൽ